വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത് ടോപ്പിക് എന്നുള്ളത് നാഷൻഹുഡ്, എംപയർ ആൻഡ് ദ ഓറിയൻറ്റ്. ഈ രണ്ട് ടോപ്പിക്സിനെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് ടോപ്പിക്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത് നോക്കാം. റൊമാൻറ്റിക് പീരീഡിൽ നാഷൻഹുഡ് എമേർജ്ഡ് ആസ് എ പവർഫുൾ ഫോഴ്സ്. ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളത് ആർട്ട്, പൊളിറ്റിക്സ് ആൻഡ് കൾച്ചർ. വിത്ത് റൊമാൻറ്റിക് നാഷണലിസം എംബസൈസ് ചെയ്യുന്നുള്ളത് ദ നാഷൻസ് ലെജിറ്റിമസി സ്റ്റെമ്മിങ് ഫ്രം ദ പീപ്പിൾസ് ഷെയർഡ് ഐഡൻറ്റിറ്റി, കൾച്ചർ ആൻഡ് ഹിസ്റ്ററി റാദർ ദാൻ ഡിവൈൻ റൈറ്റ് ഓർ മൊണാർക്കി. കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റൊമാൻറ്റിക് നാഷണലിസം എന്നുള്ളത് എംബസൈസ് ചെയ്യുന്നുള്ളത് ഷെയർഡ് ഐഡൻറ്റിറ്റിയാണ്. റൊമാൻറ്റിക് നാഷണലിസം സെൻറ്റേർഡ് ഓൺ ദ ഐഡിയ ദാറ്റ് എ നാഷൻസ് ലെജിറ്റിമസി കെയിം ഫ്രം ദ യൂണിറ്റി ഓഫ് ഇറ്റ്സ് പീപ്പിൾ, എൻകംപാസിംഗ് ലാംഗ്വേജ്, കൾച്ചർ, എത്നിസിറ്റി ആൻഡ് ഷെയർഡ് ഹിസ്റ്ററി റാദർ ദാൻ ഫ്രം എ മൊണാർക്ക് ഓർ റൂളിംഗ് ക്ലാസ്. അതുപോലെ തന്നെ റിയാക്ട് ചെയ്യുന്നത് ടു ഇമ്പീരിയലിസം ആൻഡ് ഡൈനാസ്റ്റിക് റോൾ. ദിസ് ഫോം ഓഫ് നാഷണലിസം അറോസ് ആസ് എ റിയാക്ഷൻ അഗെയിൻസ്റ്റ് ഡൈനാസ്റ്റിക്കിനും ഇമ്പീരിയൽ റൂളിനും അഗെയിൻസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് നാഷണലിസം എന്നുള്ളത്. വിച്ച് ഡിറൈവ്ഡ് ഇറ്റ്സ് ലെജിറ്റിമസി ഫ്രം ദ ടോപ്പ് ഡൗൺ. അതുപോലെ തന്നെ സ്പിരിറ്റ് ഓഫ് ദ പീപ്പിൾ ആണ് ഫോക്കസ് ചെയ്യുന്നുള്ളത്. റൊമാൻറ്റിക് നാഷണലിസ്റ്റ് ബിലീവ് ചെയ്യുന്നുള്ളത് സ്പിരിറ്റ് ഓഫ് ദ പീപ്പിൾ എന്നുള്ളത് വാസ് ദ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ഫോർ ആർട്ട് ആൻഡ് ലൈഫ്. ആർട്ടിനും ലൈഫിനുള്ള സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ആണ് സ്പിരിറ്റ് ഓഫ് ദ പീപ്പിൾ എന്നുള്ളതാണ് നാഷണലിസ്റ്റ് ബിലീവ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ ഫോസ്റ്റർ ചെയ്യുന്നുള്ളത് എ സെൻസ് ഓഫ് നാഷണൽ ഐഡൻറ്റിറ്റി ആൻഡ് പ്രൈഡ്. നാഷണൽ ഐഡൻറ്റിറ്റിയും പ്രൈഡും ആണ് ഫോസ്റ്റർ ചെയ്യുന്നുള്ളത്. കൾട്ടിവേഷൻ ഓഫ് ദ നാഷൻ ആസ് എ മോറൽ കമ്മ്യൂണിറ്റി. റൊമാൻറ്റിക് നാഷണലിസ്റ്റ് ഫോക്കസ് ചെയ്യുന്നുള്ളത് കൾട്ടിവേറ്റിംഗ് ദ നാഷൻ ആസ് എ മോറൽ കമ്മ്യൂണിറ്റി റാദർ ദാൻ സോളിലി ഓൺ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ആൻഡ് ഓട്ടോണമി. അതുപോലെ തന്നെ റൊമാൻറ്റിസിസം എന്നുള്ളത് വിത്ത് ഇറ്റ്സ് എംബസൈസ് ഓൺ ഇമോഷൻ, ഇൻഡിവിജ്വലിസം ആൻഡ് ദ സബ്ലൈം ബ്യൂട്ടി ഓഫ് നാച്ചർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് എ ഫെർട്ടൈൽ ഗ്രൗണ്ട് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് നാഷണലിസ്റ്റ് സെൻറ്റിമെൻറ്റ്സ്. അതുപോലെ തന്നെ റൊമാൻറ്റിക് നാഷണലിസ്റ്റ് പലപ്പോഴും എംബസൈസ് ചെയ്യുന്നുണ്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് നാഷണൽ ലാംഗ്വേജസ്, ഫോക്ലോർ ആൻഡ് ഹിസ്റ്റോറിക്കൽ നെറേറ്റീവ്സ് ഇൻ ഷേപ്പിംഗ് നാഷണൽ ഐഡൻറ്റിറ്റി. നാഷണൽ ഐഡൻറ്റിറ്റി ഷേപ്പ് ചെയ്യുന്ന കാര്യത്തിൽ ഹിസ്റ്റോറിക്കൽ നെറേറ്റീവ്സും ഫോക്ലോറും അതുപോലെ തന്നെ നാഷണൽ ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നാഷണലിസ്റ്റ് എംബസൈസ് ചെയ്യുന്നുണ്ട്. ഇനി സെൽഫ് ഡിറ്റർമിനേഷൻ, റൈസ് ഓഫ് സെൽഫ് ഡിറ്റർമിനേഷൻ. ഈ ഒരു സെൽഫ് ഡിറ്റർമിനേഷൻ എന്നുള്ള കൺസെപ്റ്റ് ഓർ ദ റൈറ്റ് ഓഫ് നാഷൻസ് ടു ഗവൺ ദംസെൽവസ് ഗെയിൻഡ് ട്രാക്ഷൻ ഡ്യൂറിങ് ദിസ് പീരിയഡ്, ലീഡ് ചെയ്യുന്നത് ടു കോൾസ് ഫോർ ഇൻഡിപെൻഡൻസ് ആൻഡ് യൂണിഫിക്കേഷൻ. നാഷണലിസം എന്നുള്ളത് ആസ് എ ഫോഴ്സ് ഫോർ ചേഞ്ച്. നാഷണലിസം എന്നുള്ളത് ബിക്കം എ പവർഫുൾ ഫോഴ്സ് ഫോർ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ചേഞ്ച്. പൊളിറ്റിക്കൽ അതുപോലെ തന്നെ സോഷ്യൽ ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള പവർഫുൾ ഫോഴ്സാണ് നാഷണലിസം എന്നുള്ളത്. ലീഡ് ചെയ്യുന്നുള്ളത് ടു റെവല്യൂഷൻസ്, വാർസ് ആൻഡ് ദ റിഡ്രോയിങ് ഓഫ് മാപ്സ് ഇൻ യൂറോപ്പ്. ആർട്ടും മ്യൂസിക്കിലും ഉള്ള ഇൻഫ്ലുവൻസ്. നാഷണലിസം എന്ത് ചെയ്യുന്നുണ്ട്, ആർട്ടിലും മ്യൂസിക്കിലും ഇൻഫ്ലുവൻസ്ഡ് ആണ്. വിത്ത് കമ്പോസേഴ്സ് ആൻഡ് ആർട്ടിസ്റ്റ് യൂസ് ചെയ്യുന്നുള്ളത് നാഷണൽ തീംസ് ആൻഡ് സ്റ്റൈൽസ്. എന്തിനെന്ന് വെച്ചാൽ ടു എക്സ്പ്രസ് ദർ പാട്രിയോട്ടിക് സെൻറ്റിമെൻറ്റ്സ്. റൊമാൻറ്റിക് പീരിയഡിൽ യൂറോപ്യൻ ഫാസ്കിനേഷൻ വിത്ത് ദ ഓറിയൻ ഫ്യൂവൽഡ് എ ലിറ്റററി ആൻഡ് കൾച്ചറൽ മൂവ്മെൻറ്റ് നോൺ ആസ് റൊമാൻറ്റിക് ഓറിയൻ്റലിസം, often intervened with the expansion of European empires. This interest in the East led to both the exoticized and at times critical portrayals of Oriental cultures and societies in literature, art and thought. The rise of Romanticism and the Orient. എക്സോട്ടിസിസം ആൻഡ് ദ അതർ. റൊമാൻറ്റിക് പീരീഡ് കാണുന്നുള്ളത് എ ഷിഫ്റ്റ് ഫ്രം ദ എൻലൈറ്റ്മെൻറ്റ്സ് എംബസൈസ് ഓൺ റീസൺ ടു എ ഫോക്കസ് ഓൺ ഇമോഷൻ, ഇമാജിനേഷൻ. എൻലൈറ്റ്മെൻറ്റ് റീസണിൽ എംബസൈസ് ചെയ്യുന്നതിൽ നിന്നും ഇമോഷനിലേക്കും ഇമാജിനേഷനിലേക്കും ഇൻഡിവിജ്വലിലേക്കുള്ള ഫോക്കസിൻ്റെ ആ ഒരു ഷിഫ്റ്റാണ് റൊമാൻറ്റിക് പീരീഡ് കാണുന്നുള്ളത്. ഇത് കാരണമായിട്ട് എ ഫാസ്കിനേഷൻ വിത്ത് ദ എക്സോട്ടിക് ആൻഡ് അതർ ആൻഡ് ദ ഓറിയൻ വിത്ത് ഇറ്റ്സ് പെർസീവ്ഡ് ഡിഫറൻസ് ഫ്രം വെസ്റ്റേൺ കൾച്ചർ ബിക്കം എ പോപ്പുലർ സബ്ജക്ട് ഫോർ എക്സ്പ്ലോറേഷൻ. Travel and exploration. Increased travel and exploration, often driven by colonial expansion, brought Europeans into contact with the diverse cultures in the East. Thus, encounters along with the rise of travelers and sensational tales fueled a growing interest in all things foreign. റൊമാൻറ്റിക് ഓറിയൻ്റലിസം എന്നുള്ളത് ആസ് എ ലിറ്റററി ആൻഡ് കൾച്ചറൽ ഫിനോമിന ഇൻകോപ്പറേറ്റഡ് ആഫ്രിക്കൻ ആൻഡ് ഏഷ്യൻ ജിയോഗ്രഫിക് ലൊക്കേഷൻസ്, കൊളോണിയൽ ആൻഡ് നേറ്റീവ് പേഴ്സണാലിറ്റീസ്, ഫോക്ലോർ ആൻഡ് ഫിലോസഫീസ് ടു ക്രിയേറ്റ് എ ലിറ്റററി എൻവയറൺമെൻറ്റ് ഓഫ് കൊളോണിയൽ എക്സ്പ്ലോറേഷൻ ഫ്രം എ ഡിസ്റ്റിങ്ക്റ്റ്ലി യൂറോപ്യൻ വേൾഡ് വ്യൂ. എംപയർ ആൻഡ് ദ റൊമാൻറ്റിക് ഇമാജിനേഷൻ. കൊളോണിയലിസം, ഇമ്പീരിയൽ പവർ.
റൊമാൻറ്റിക് പീരീഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, യൂറോപ്യൻ എംപയേഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. പെർട്ടിക്കുലർലി ബ്രിട്ടീഷ് എംപയർ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു എക്സ്പാൻഷൻ കാരണമായിട്ട് ദിസ് എക്സ്പാൻഷൻ ബ്രോട്ട് അബൌട്ട് ഇൻക്രീസ്ഡ് കോണ്ടാക്ട് വിത്ത് ആൻഡ് കൺട്രോൾ ഓവർ നോൺ യൂറോപ്യൻ സൊസൈറ്റീസ്. ഈ ഒരു ബ്രിട്ടീഷ് എംപയറിൻ്റെ എക്സ്പാൻഷൻ കാരണം യൂറോപ്യൻ സൊസൈറ്റീസിൽ എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോൾ അവർക്ക് ഇൻക്രീസ് ആയിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഫ്ലുവൻസിങ് ദ വേ യൂറോപ്യൻസ് പെർസീവ്ഡ് ദ ഓറിയൻറ്റ്. ജസ്റ്റിഫൈയിങ് കൊളോണിയലിസം. ചില റൊമാൻറ്റിക് ഓറിയൻ്റലിസം സെർവ്ഡ് ടു ജസ്റ്റിഫൈ യൂറോപ്യൻ കൊളോണിയൽ എൻഡീവേഴ്സ് ബൈ പോർട്രേയിങ് ഓറിയൻ്റൽ കൾച്ചേഴ്സ് ആസ് ഇൻഫീരിയർ ഓർ ബാക്ക്വേർഡ്, ദസ് ജസ്റ്റിഫൈയിങ് യൂറോപ്യൻ ഡോമിനൻസ്. നാഷണൽ ഐഡൻറ്റിറ്റിയും അതുപോലെ തന്നെ ഇമ്പീരിയൽ ഐഡൻറ്റിറ്റിയും. റൊമാൻറ്റിക് പീരീഡ് വാസ് ഓൾസോ എ ടൈം ഫോർ ഫോർഗെയിൻ ന്യൂ നാഷണൽ ആൻഡ് ഇമ്പീരിയൽ ഐഡൻറ്റിറ്റീസ്, പലപ്പോഴും ഡിഫൈൻഡ് ഇൻ ഓപ്പോസിഷൻ ടു ദ കൾച്ചേഴ്സ് ആൻഡ് പീപ്പിൾ ഓഫ് ദ വേൾഡ് ദാറ്റ് ബ്രിട്ടൻസ് encountered in accounts of travel, exploration and colonial settlement. ലിറ്ററേച്ചറിലും ആർട്ടിലുള്ള എക്സാമ്പിൾസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ലോർഡ് ബെയർ എന്നുള്ളത് പ്രൊമനൻറ്റ് റൊമാൻറ്റിക് പോയറ്റാണ്. ഡ്രോ ഇൻസ്പിറേഷൻ ഫ്രം ദ ഈസ്റ്റ് ഇൻ ഹിസ് വർക്ക്സ്. ഓഫ്റ്റൺ എക്സ്പ്ലോർ ചെയ്യുന്ന തീം എന്നുള്ളത് തീംസ് ഓഫ് റിബല്യൻ, ഫ്രീഡം ആൻഡ് എക്സോട്ടിസിസം. ഫ്ലോബേർഡ്സിൻ്റെ നോവലായിട്ടുള്ള സലാംബോയിൽ യൂസ് ചെയ്തിട്ടുള്ളത് ആൻഷ്യൻ കാർത്തേജ് ആസ് എ ഫോയിൽ ടു ആൻഷ്യൻ റോം. പോർട്രേ ചെയ്യുന്നുള്ളത് ഇറ്റ്സ് കൾച്ചറലി ആസ് മോറലി കറപ്റ്റിംഗ് ആൻഡ് സഫ്യൂസ്ഡ് വിത്ത് ഡേഞ്ചറസ്ലി അല്യൂറിംഗ് ഇറോട്ടിസിസം. ഓറിയൻ്റലിസം ഇൻ ആർട്ട്. റൊമാൻറ്റിക് ആർട്ടിസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഓൾസോ ഡ്രോ ഇൻസ്പിറേഷൻ ഫ്രം ദ ഈസ്റ്റ്, ക്രിയേറ്റിംഗ് പെയിൻറ്റിങ്സ് ആൻഡ് സ്കൾപ്ചേഴ്സ് ദാറ്റ് ഡെപ്പിക്റ്റഡ് ഓറിയൻ്റൽ സീൻസ് ആൻഡ് ക്യാരക്ടേഴ്സ്. എനിക്ക് ഈ കൺസെപ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഓറിയൻ്റലിസം എന്നുള്ള ആ ഒരു ടേം കോയിൻ ചെയ്തിട്ടുള്ളത് എഡ്വേർഡ് സെഡാണ്. എന്തിനെന്ന് വെച്ചാൽ ടു ഡിസ്ക്രൈബ് ദ വേ വെസ്റ്റേൺ കൾച്ചേഴ്സ് ഹാവ് ഹിസ്റ്റോറിക്കലി വ്യൂഡ് ആൻഡ് റിപ്രസെൻറ്റഡ് ദ ഈസ്റ്റ്, ഓഫ്റ്റൻ ഇൻ എ ബിയസ്ഡ് ഓർ സ്റ്റീരിയോടൈപ്പിക്കൽ വേ. The fascination with and representation of cultures perceived as different or foreign. Otherness. The concept of viewing or representing a group or culture as different from oneself. അപ്പോൾ ഈ ഒരു 2 ടോപ്പിക്സിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. അപ്പോൾ ഈ ഒരു 2 ടോപ്പിക്കും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു 2 ടോപ്പിക്സും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യുക.